My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ, നിങ്ങൾക്കുള്ള സൈക്കിക് മെസ്സേജ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ കളക്റ്റീവായിട്ട് നോക്കുന്നത്. സോ ജസ്റ്റ് നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്താണ് ഈ സമയം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? സോ ചില ആളുകൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും, പുറമെ എന്തൊക്കെ കാര്യങ്ങളിലൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വളരെ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? സോ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ആ ഒരു കണക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഓർ സംവെയർ ലൈക്ക് ഒരു നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിട്ടും ഈവൻ ചില പ്ലേസിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടീസ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങളൊരു പ്രശ്നമായിട്ട് കാണുന്നത്, അതിലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കണക്ഷൻ, ഹെൽത്തി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലേ? ഹെൽത്തി ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കാം, റൈറ്റ്? ഓർ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഡിറ്റാച്ച്ഡ് ആവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കണം, റൈറ്റ്? ആ ഒരു ഡിസയർ ഇല്ലാണ്ടാക്കുക എന്നുള്ളതല്ല, ബട്ട് ഈവൻ നിങ്ങൾക്ക് എത്ര ഇഷ്ടമുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇമോഷണലി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നുണ്ട് അതിൽ, അല്ലെങ്കിൽ ഒരു ഇമോഷണലി നിങ്ങൾക്കൊരു ഹെൽത്തി ഡിറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി സ്പേസ് നിങ്ങൾക്ക് ചില കാര്യത്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, റൈറ്റ്? സോ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ വളരെ കാമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വളരെ സെറ്റിലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, റൈറ്റ്? ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫ്ലോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം, റൈറ്റ്? സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളും വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ആക്ഷൻ ഓരോ പ്ലേസിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചില ആളുകൾ നിങ്ങൾ ഓൾറെഡി ചില സിറ്റുവേഷനിൽ ചില കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുണ്ട് അല്ലേ? അത് മേ ബി ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ഈ സമയത്ത് നിങ്ങൾക്ക് ചില ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് ഈവൻ ലൈക്ക് ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് വരുന്ന സമയത്ത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്ട്രോങ് പാർട്ട്ണർഷിപ്പ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സിറ്റുവേഷനോ അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈക്വൽ കോൺട്രിബ്യൂഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട്, ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു സപ്പോർട്ട്, മനസ്സിലാക്കൽ നിങ്ങളെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട് അല്ലേ? ഓർ ഈവൻ നിങ്ങൾ റിലേഷൻഷിപ്പിലല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങൾ അത്രയും മനസ്സിലാക്കി വരുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ വളരെ റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു പുതിയൊരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. അത് മേ ബി പുതിയൊരു ഫീലിങ്സ് ആയിരിക്കാം. ചില കാര്യങ്ങളോട്, ചില ആളുകളോട്, ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു റൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട്, റൈറ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലേ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കാനും ആളുകൾക്ക് അത് വേണ്ട രീതിയിൽ എടുക്കാനും കൂടെ അവിടെ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വർക്ക് പ്ലേസിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ലവ് ലൈഫിൽ വരുന്ന സമയത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ തോട്ട്സ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ ഒരു സമയത്ത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടതും നിങ്ങളുടെ ചില തോട്ട്സിനോട്, നിങ്ങളുടെ ചില ഇമോഷൻസ്, നിങ്ങൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില ഇമോഷൻസ് നിങ്ങൾക്ക് അങ്ങനെയല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളത് റിലീസ് ചെയ്യുക. ഓക്കെ, അതിൽ നിങ്ങൾ ഒരുപാട് സ്പെൻഡ് ചെയ്യാതിരിക്കുക. ബിക്കോസ് ഈ ഒരു സമയത്ത് ഈവൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മൂമെന്റ്സ്, ഹെൽത്തി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, കണക്ഷൻ, സപ്പോർട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ വളരെ കണക്റ്റഡ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എന്ത് സംഭവിക്കും അങ്ങനെ വരുന്ന സമയത്ത്? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാനും സ്നേഹിക്കാനും നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കണം അല്ലേ? ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മേ ബി കുറച്ച് സമയം വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കുറച്ചധികം സമയം കിട്ടുന്നുണ്ടായിരിക്കാം അല്ലേ? സോ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് വരിക, ഇഷ്ടമുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക, റൈറ്റ്? സോ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു ഫേസിലൂടെയാണ്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ പോയി ഇപ്പോൾ നിങ്ങൾ വളരെ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളുടെ കൂടെയാണ്, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണ്, അങ്ങനത്തെ ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ തന്നിട്ടുണ്ട്. ഓക്കെ,
അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ ആസ്വദിച്ച് അല്ലെങ്കിൽ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾ അതിൻ്റെ ഒരു ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത്രയും സന്തോഷം തരുന്ന കാര്യങ്ങൾ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു മൊമെൻറ്റിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ മസ്റ്റായിട്ട് എൻജോയ് ചെയ്യുക. ബിക്കോസ് ഈ ഒരു സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യത്തിൻ്റെ ഒരു ഫ്ലോ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഫ്ലോ കൊണ്ടുവരാണ്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ഫൈനാൻഷ്യൽ ഫ്ലോ ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, സോ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലോക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജോബോ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ലവ് ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു കുറച്ച് സമയമായിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ പുതിയൊരു പ്ലേസിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു സിറ്റുവേഷനിലേക്ക് എൻഗേജ്ഡ് ആവുകയാണ്. സോ അത് നിങ്ങളുടെ ലൈഫിൽ എന്തിൻ്റെ ഒരു ഫ്ലോ ഇല്ലാതിരുന്നിട്ടുണ്ടോ അത് ക്യാഷ് ഫ്ലോ ആയിരിക്കാം, ലവ് ഫ്ലോ ആയിരിക്കാം, ഓർ പ്രോസ്പെരിറ്റി ആയിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, ഓർ നിങ്ങളുടെ ആക്ഷൻ അത്രയും ഒരു റൈറ്റ് ഫ്ലോയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളത്. റൈറ്റ്, എക്സാക്ട്ലി, ബിക്കോസ് നിങ്ങളുടെ ട്രൂ ഡിസയർ അവേക്കൻ ആവുന്നുണ്ട്. ഓക്കെ, സോ ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, ഐ ഡോണ്ട് നോ ഹു ഓൾ നീഡ് ടു ഹിയർ ദിസ് ഗൈസ്. ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സാക്രൽ ചക്ര റൈറ്റ് ആയിട്ട് ആക്ടിവേറ്റ് ആവാണ്. ഓക്കെ, വിച്ച് മീൻസ് നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ, ജെന്യൂൻ ആയിട്ടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഇമോഷൻസ്, ഹെൽത്തി ആയിട്ടുള്ള ഡിസയർ, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഹെൽത്തി ആയിട്ടുള്ള കണക്ഷൻ, ഹെൽത്തി ആയിട്ടുള്ള ഫിസിക്കൽ കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. റൈറ്റ്, സോ മേ ബി ലൈക്ക് കുറച്ച് സമയമായിട്ട് നിങ്ങൾ റോങ് പ്ലേസിലായിരിക്കാം, റോങ് സിറ്റുവേഷനിലായിരിക്കാം, റോങ് ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം, റോങ് ആയിട്ടുള്ള ആളുകളുടെ കൂടി ആയിരിക്കാം നിങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ബട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു വലിയൊരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ പുതുതായിട്ട് സംഭവിക്കുന്നത് ഇത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഒരു റീസ്റ്റാർട്ടാണ് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഒരു പുതിയൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ തരാണ്. ബിക്കോസ് ഈ ഒരു കാര്യം എന്താണോ നിങ്ങളിങ്ങനെ വരുന്നത് അത് നിങ്ങളുടെ ലൈഫിൻ്റെ പല ഏരിയാസിൽ ഹെൽത്തി ആയിട്ടുള്ള ഫ്ലോ കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ പുതിയൊരു ജോബിലേക്ക് വരുന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ ഫൈനാൻസ് കുറെ കൂടെ ബെറ്റർ ആവുന്നുണ്ടായിരിക്കാം, നിങ്ങൾ റിലേഷൻഷിപ്പിൽ പോലും നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുക, ആളുകളിൽ നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുക. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് യെസ് ഇതാണ് എക്സാക്ട്ലി എനിക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കാം അല്ലേ, അല്ലെങ്കിൽ ചില കാര്യത്തിന് നിങ്ങൾ അത്രയും സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കണം, പക്ഷേ ചില ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഭക്ഷണമാണ് വേണ്ടത്, ഇതാണ് എൻ്റെ ശരീരത്തിന് ഏറ്റവും ബെസ്റ്റ്, ഇതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു രുചി, ഞാൻ ഇത്രയും ആഗ്രഹിച്ചിട്ടുള്ളൊരു ടേസ്റ്റ് ഇതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ലൈഫിൻ്റെ പല സിറ്റുവേഷനിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. സോ എന്തൊരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ്, ശരീരം, ഇമോഷൻസ്, എനർജി, ഓക്കെ ഇതാണ് എനിക്ക് വേണ്ടിയിരുന്നത്, ഇതാണ് എൻ്റെ ഒരു റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതാണ് എൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ വരുന്ന സമയത്താണ് നിങ്ങളുടെ ഒരുപാട് ഇമോഷൻസ് അല്ലെങ്കിൽ അതുവരെ കണക്ട് ചെയ്യാത്ത പല ഇമോഷൻസ് നിങ്ങൾ കണക്ട് ചെയ്യുക അല്ലേ, പല ഡിസയേഴ്സ് നിങ്ങൾ കണക്ട് ചെയ്യുക, മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി, എനർജറ്റിക്കലി. റൈറ്റ്, സോ ഡെഫിനറ്റ്ലി ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സോ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക എന്തിനോടൊക്കെയാണോ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ തോന്നുന്നത് അത് നിങ്ങൾ ഡ്രെയിൻ ചെയ്യില്ല. ഓക്കെ, സോ ഒരിക്കലും ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊരിക്കലും നിങ്ങൾ എനർജറ്റിക്കലിയോ ഇമോഷണലിയോ ഡ്രെയിൻ ചെയ്യില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അത് ഒരു ഫൗണ്ടേഷൻ തരാണ്. ഓക്കെ, സോ നിങ്ങളെപ്പറ്റി നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയാണ്, നിങ്ങളെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ അത് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഓക്കെ, അതങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ തോന്നുന്ന ഒരു ആഗ്രഹം നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡ്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല. ബട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളെ പറ്റിയിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ ഓരോ കാര്യങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് നിങ്ങളെ തന്നെ. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക്
ഒരു സമയം വരെ കുറച്ച് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പ്ലേസിൽ വരുന്ന സമയത്ത് നിങ്ങളല്ലാണ്ട് നിന്നിട്ടുണ്ടായിരിക്കണം. അവർക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരിക്കണം. അവരുടെ ആക്ഷൻ, അവരുടെ ഒരു ഹാബിറ്റ്സ് നിങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, എസ്പെഷ്യലി റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത്. ഓക്കെ, ബിക്കോസ് ഒരുപാട് ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എന്താ എക്സാക്ട്ലി വേണ്ടതെന്നുള്ളത്. കുറച്ച് സമയം വരെ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ നിന്നിട്ടുള്ള ആ ഒരു പ്ലേസ് നിങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഈവൻ നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള ഒരു ജോബ് ആയിരിക്കാം. സോ കുറച്ച് സമയം വരെ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കണം, ബട്ട് അതല്ല നിങ്ങൾ എക്സാക്ട്ലി ചെയ്യേണ്ടിയിരുന്നിട്ടുള്ളത്. റൈറ്റ്, നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. റൈറ്റ്, അതൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അൺഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഹൈലി കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു എൻറ്റയർ സിറ്റുവേഷൻ മാറുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ കാഴ്ചപ്പാട് റിലേഷൻഷിപ്പിനെ പറ്റി, സ്നേഹത്തെ പറ്റി, ഇതുവരെ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള പല കാര്യത്തെ പറ്റിയിട്ട് വലിയൊരു തിരിച്ചറിവ് നിങ്ങളെ പറ്റിയിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട്. ഓക്കെ, ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ എൻകറേജ്മെൻറ്റ് തരുന്ന ഒരു ജേണിയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, അങ്ങനത്തെ കോൺവെർസേഷനിലാണ് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നത്. റൈറ്റ്, ആരോടാണോ എന്തിനെ പറ്റിയിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്, അവർ എവിടെയാണോ, എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത്, അത് നിങ്ങൾക്ക് വളരെ ഒരു ഹെൽത്തി ആയിട്ടുള്ളതും വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു എനർജി ഡെഫിനറ്റ്ലി തരുന്നുണ്ട്. റൈറ്റ്, സോ നിങ്ങളുടെ സാക്രൽ ചക്ര ആക്ടിവേറ്റ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ സാക്രൽ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവിടെ നിങ്ങൾക്ക് ഇമോഷണൽ ലോസ് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്, സോ നിങ്ങളുടെ യഥാർത്ഥ ഇഷ്ടങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത്, അതുവരെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റിലീസ് ചെയ്യണം. റൈറ്റ്, അത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ല. സോ അങ്ങനത്തെ ഒരു ഇമോഷണൽ ലോസ് ഉണ്ടാവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അത് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമല്ല, വിഷമിപ്പിക്കുന്ന ഒരു കാര്യമല്ല. എക്സാക്ട്ലി, നിങ്ങൾ ലേൺ ചെയ്യാണ് ലൈഫിൽ നിന്ന്. ഓക്കെ, അഗെയിൻ ഈ റീഡിങ്ങിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് വാൽമീകി. സോ ഒരു സമയത്ത് വരെ അദ്ദേഹം ജീവിച്ചിട്ടുള്ള ഒരു ചുറ്റുപാടുണ്ട് അല്ലേ, അങ്ങനത്തെ ഒരു പ്ലേസിൽ നിന്നാണ് അദ്ദേഹം രാമായണം എഴുതുന്ന ആ ഒരു ലെവലിലേക്ക് വരുന്നത്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നിങ്ങളുടെ പല മിസ്റ്റേക്സും നിങ്ങൾ ക്ലിയർ ചെയ്യാണ്, നിങ്ങളുടെ പല അറിവും നിങ്ങൾ മാറ്റിയെടുക്കുകയാണ് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള പുതുതായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ചില ലിമിറ്റിംഗ് ബിലീഫ്സ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ കാഴ്ചപ്പാടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ബിക്കോസ് വട്ട് ഐ കൻ സീ ഈസ് ലൈക്ക് നിങ്ങൾ നിൽക്കുന്ന ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ ഹൈലി ചേഞ്ച് ആവുന്നുണ്ട്, എസ്പെഷ്യലി ഫൈനാൻഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് എവിടെയാണോ നിങ്ങൾ നിന്നിട്ടുള്ളത്, നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം. ഓക്കെ, സോ നമുക്ക് പാരൻസിൻ്റെ ഒരു സിറ്റുവേഷൻ എടുക്കാം. സോ മേ ബി ലൈക്ക് നിങ്ങളുടെ പാരൻസിൻ്റെ ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ നിങ്ങൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്ര കാലമായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്ര ഒരു സന്തോഷകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫാമിലി ലൈഫിൻ്റെ ഒരു മാരേജ് ലൈഫിൻ്റെ ഒരു ഏറ്റവും ഗ്രേറ്റ് ക്വാളിറ്റീസ് മേ ബി ലൈക്ക് നിങ്ങളുടെ സറൗണ്ടിങ്ങിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. സോ പ്രോബബ്ലി കുറച്ച് കാലമായിട്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു ലിമിറ്റിംഗ് ബിലീഫ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസിലായിരിക്കും നിങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെയല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഡിഫറെൻ്റ് ആണ്, നിങ്ങളുടെ അനുഭവങ്ങൾ ഡിഫറെൻ്റ് ആണ്, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്, നിങ്ങളുടെ ലൈഫ് ഡിഫറെൻ്റ് ആണെന്നുള്ള വലിയൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈവൻ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആണ്. സോ നിങ്ങളുടെ പാരൻസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ ആളുകൾക്ക്, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾക്ക് പോലും ഇല്ലാത്ത ചില വിസ്റ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ പറ്റി, ഫൈനാൻഷ്യലി വരുന്ന സമയത്ത് നിങ്ങളുടെ ജോബിനെ പറ്റി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനെ പറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനം എക്സാക്ട്ലി റൈറ്റ്. സോ നിങ്ങൾക്കൊരു ഡീപ്പ് അവെയർനെസ് നിങ്ങളെ പറ്റിയിട്ട്, ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സമയത്ത് ശരിയെന്ന് തോന്നുന്നത് നിങ്ങളത് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ലൈഫും അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്കത് സാധിക്കാത്തത് കൊണ്ട് എനിക്കും സാധിക്കില്ല. ഇതൊക്കെയാണ് നിങ്ങളവിടെ
ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെയല്ല എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്കതല്ല, അതിലപ്പുറം നിങ്ങൾക്ക് സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കണം, ഈ ഒരു സമയത്ത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ ഓൾറെഡി നിങ്ങളത് പ്രൂവ് ചെയ്യാണ്. ഓക്കെ, സോ ആ ഒരു ജേണി നിങ്ങളുടെ ഒരു സറൗണ്ടിങ്ങിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്റ്റേണൽ സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കാം. ഓക്കെ, ബിക്കോസ് നിങ്ങൾ മാറുന്ന സമയത്ത്, നിങ്ങൾക്ക് അങ്ങനത്തെ ഡിഫറെൻറ്റ് തോട്ട്സ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ കൂടുതൽ ആളുകൾ ആ ഒരു ബിലീഫിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, അത്ര ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവില്ല. സോ അങ്ങനത്തെ പ്ലേസിൽ നിങ്ങളുടെ എനർജി, എഫേർട്ട്, ആർഗ്യുമെൻറ്റ്സിലേക്ക് അതുപോലെ വരാതിരിക്കുക. ആരും കൺവിൻസ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, ചില കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ സാധിക്കും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ അതാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിങ്. ഇത് നിങ്ങൾക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് പറയാൻ മറക്കരുത്.